കൗണ്ടിങ് കാർസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ലക്ഷറി വാഹനമായിട്ടാണ് വന്നേക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് ഔഡിയുടെ Q5 ആണ്. വളരെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് ഉപയോഗിക്കുന്ന വാഹനമാണ്. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ മാത്രമല്ല, ഇപ്പോഴത്തെ കുറച്ച് ട്രെൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു നോർമൽ വാഹനത്തിൽ നിന്നൊക്കെ മാറി ചിന്തിച്ചിട്ട് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഉണ്ട്. ഒരു 10 lakhs 11 lakhs ആ റേഞ്ചിലൊക്കെ നമ്മൾക്ക് കിട്ടുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ഒരു ഇന്ത്യൻ ബ്രാൻഡിലേക്ക് പോകാതെ ഒരു ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡ്, പ്രത്യേകിച്ച് ജർമ്മൻ, അതേപോലെ തന്നെ ചെക്ക്, ഇവിടുത്തെ വാഹനങ്ങൾ എന്തുകൊണ്ട് സ്വന്തമാക്കിക്കൂടാ എന്നൊരു ചിന്ത ഇപ്പോൾ ജനങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലക്ഷറി വാഹനങ്ങൾ ഇപ്പോൾ കൂടുതൽ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് റോഡിലേക്ക്. അപ്പോൾ ഇങ്ങനത്തെ വാഹനങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇതിപ്പോൾ 2011 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. അതുകൂടാതെ തന്നെ ഇത് ലക്ഷറി കാര്യം പറയേണ്ട ആവശ്യമില്ല, ഔഡിയാണ്. അപ്പോൾ ഈ ഒരു വാഹനം ഫുള്ള് കണ്ടുവരാം. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും, ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ കണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു ലക്ഷറി വാഹനമാണ്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഇത് Q സീരീസിൽ പെടുന്ന വാഹനമാണ്. Q5 ആണ് ഇത് വന്നേക്കണേ. ഇതിൻ്റെ ഫുള്ള് ഒരു ലുക്ക് അറൗണ്ട് വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോയേക്കാം. കാരണം ഫസ്റ്റ് തന്നെ ബോഡി ക്വാളിറ്റിയാണ് മെയിനായിട്ട് നമ്മളിവിടെ നോക്കേണ്ടത്. ഇതിൻ്റെ ക്ലോസ് വ്യൂ ഞാൻ കാണിക്കുന്നുണ്ട്. അതിനൊക്കെ മുമ്പേ നമുക്ക് ജസ്റ്റ് ഒന്ന് ലുക്ക് അറൗണ്ട് വീഡിയോയിലേക്ക് ഒന്ന് പോയേക്കാം. കേട്ടോ, 3 ലിറ്റർ എഞ്ചിനാണ് വന്നേക്കണേ. Q5ൻ്റെ ബാഡ്ജ് നമുക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ സൈഡ് പോർഷനും എഡ്ജസും കാര്യങ്ങളൊക്കെ നോക്കാം. കേട്ടോ, നല്ല വിശദമായിട്ട് നീറ്റായിട്ട് ഇരിക്കുന്ന ഒരു ഔഡി Q5 ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടോപ്പ് വ്യൂ വന്നേക്കണേ. അതേപോലെ തന്നെ നമുക്കിനി ഓരോരോ ഭാഗങ്ങളിലേക്ക് പോവാം. വീലാർച്ചും ടയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ വീലാർച്ചിലേക്ക് വരുമ്പോൾ കേട്ടോ, ഇവിടെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ വീലാർച്ചും കൂടെ കാണാം. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കാണാം. ഇനി നമുക്കിവിടെ ബോണറ്റിലേക്ക് ഇറങ്ങാം. ബോണറ്റ് ഒരു ഡെൻറ്റോ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ബോണറ്റിലൂടെ നമുക്ക് കിട്ടുന്നില്ല. അതേപോലെ നമുക്ക് ഫ്രണ്ടിലേക്ക് ഇറങ്ങാം. ഇവിടെ ഹെഡ് ലാംപ്സ് ആയാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഫോഗ് ലാംപ്സ് നോക്കാം. ബമ്പേഴ്സ് ക്ലോസ് ലുക്ക് നോക്കാം. ലോവർ പാട്ടൊക്കെ നോക്കാം. സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. ഇവിടെ നോക്കാം. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ Q5ൻ്റെ ബാഡ്ജ് നമുക്ക് ഇൻറ്റീരിയേഴ്സിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഫോഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ കാണാം. നമുക്കിനി വീലാർച്ചിലേക്ക് വരാം. വീലാർച്ച് ഇവിടെ ചെറിയൊരു പൊട്ടിക്ക് സ്ക്രാച്ച് ഉണ്ട്. ബാക്കി ഭാഗങ്ങളൊക്കെ ഓക്കെയാണ്. കുഴപ്പമില്ലാത്ത ഗ്രിപ്പൊക്കെ ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അലോയ്സ് ആയാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. 2 ഡോറിലേക്ക് വരാം. 2 ഡോറിൽ ഇവിടെ ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊന്നും ഡോറിൽ നമുക്കിവിടെ കിട്ടുന്നില്ല. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സും നമുക്കിവിടെ കാണാം. സൈഡ് പോർഷനിലേക്ക് വരാം. നീറ്റായിട്ടിരിക്കുന്ന സൈഡ് പോർഷൻ നമുക്കിവിടെ കാണാം. ബാക്ക് സൈഡിലേക്ക് വരാം. ഇവിടെ ഡീഫോഗേഴ്സും നീറ്റായിട്ടിരിക്കുന്നു. റിയർ വൈപ്പറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ലിഡിലേക്ക് വരാം. ലിഡായാലും ഇവിടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് നോക്കുമ്പോൾ ബമ്പേഴ്സും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ബമ്പേഴ്സും നമുക്കിവിടെ കാണാം. നമുക്ക് റൈറ്റ് സൈഡിലേക്ക് വരാം. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഈ വീലാർച്ച് നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഡോർസിലേക്ക് വരാം. 2 ഡോർ നോക്കുമ്പോൾ ഇവിടെയും അങ്ങനെ സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സൊന്ന് പരിചയപ്പെടാം. ഇവിടെ 4 പവർ വിൻഡോസും ORVയും കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇവിടെ ഡോറിൻ്റെ ക്വാളിറ്റി നോക്കാം. ഇൻറ്റീരിയർ ഭാഗം നോക്കാം. ഇവിടെ സീറ്റ്സൊക്കെ ഒറിജിനൽ ലെതർ തന്നെയായിട്ടുള്ള സീറ്റ്സ് വന്നേക്കണേ. എയർ ബാഗിന് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് സറൗണ്ടഡ് എയർ ബാഗ്സ് വന്നേക്കണേ. ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. കൊട്ടോൻ്റെ ബാഡ്ജ് നമുക്ക് വരുന്നുണ്ട്. കമ്പനി മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. അതേപോലെ ഇവിടെ ബാക്കിയുള്ള കൺട്രോൾസും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ഇവിടെ വരുന്നുണ്ട്. 1,37,000 കിലോമീറ്റേഴ്സ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ പ്ലാറ്റ്ഫോം ഒക്കെ നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന പ്ലാറ്റ്ഫോം. ഡോർ പാഡ്സ് നോക്കാം. നീറ്റായിട്ട് ഇരിക്കുന്നു. സീറ്റ്സിൻ്റെ ക്വാളിറ്റി നോക്കാം. സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഇവിടെ കാണിക്കാനുള്ളത്. പയ്യെ നോക്കിനി പാസഞ്ചർ സൈഡിലേക്ക് പോയേക്കാം. ഡോറിന് ഓപ്പൺ ചെയ്യണം. ഇവിടെ നമുക്ക് പവർ വിൻഡോസിൻ്റെ ബട്ടൺ കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ ഇവിടെ ന്യായമായിട്ടുള്ള ലെഗ് റൂം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ AC വെൻറ്റ് കാര്യങ്ങളൊക്കെ കാണാം. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. മിഡിൽ നമുക്കൊരു ആം റെസ്റ്റ് വരുന്നുണ്ട്. 3 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ബാക്കിൽ നമുക്കിവിടെ പാർസൽ ട്രേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. കേട്ടോ,
നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു ഇൻറ്റീരിയർ സ്പേസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ എൻജിൻ ഭാഗവും ബൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് നോക്കിയേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഔഡിയുടെ ആ ഒരു എൻജിൻ ഭാഗം. ചെറിയ രീതിയിലുള്ള പൊടിയും അഴുക്കും കാര്യങ്ങളുണ്ട്. അത് ജസ്റ്റ് വണ്ടി എത്തിയിട്ടേ ഉള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടുള്ള പൊടിയാണത്. ക്ലീൻ ചെയ്യാൻ വളരെ വൃത്തിയുള്ള വാഹനമായി മാറുന്നതാണ്. മെയിനായിട്ട് നോക്കണം നമുക്കിവിടെ പേസ്റ്റിങ് കാര്യങ്ങൾ നോക്കാം. ഇതിൽ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. അതേപോലെ നമുക്ക് റൈറ്റ് സൈഡിലെ പേസ്റ്റിങ് കാര്യങ്ങൾ നോക്കാം. കണ്ട, ഇനി നമുക്ക് നോക്കേണ്ടത് ലിഡും നോക്കിയേക്കാം. ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ളൊരു ഡെൻറ്റോ പാച്ച് ഉണ്ടെങ്കിൽ അത് നോക്കാം. നീറ്റായിട്ടിരിക്കുന്ന ആ ഒരു ലിഡ് നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ എൻജിൻ ഭാഗത്ത് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ബൂട്ടിലേക്കൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു Q5-ൻ്റെ ഒരു ബൂട്ട് സ്പേസ്. ന്യായമായിട്ടുള്ള ബൂട്ടുണ്ട്, അല്ല ലാവശ്യമായിട്ടുള്ള ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ പ്ലാറ്റ്ഫോം അപ്പ് ചെയ്യാം. സ്പെയർ വീൽ നോക്കുമ്പോൾ ഇവിടെ കുഴപ്പമില്ലാത്ത ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള സ്പെയർ വീൽ നമുക്കിവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ സൈഡ് പോർഷനൊക്കെ നോക്കാം. ഇവിടെ നമുക്കൊരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഈ എഡ്ജസ്റ്റിലേക്ക് കിടക്കാം. എഡ്ജസ്റ്റിൽ എന്തെങ്കിലും രീതിയിലുള്ളൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യാം. അതേപോലെ ലിഡും നോക്കിയേക്കാം. ലിഡായാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഞാൻ ഫുള്ള് വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എല്ലാം കാണിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇതിൻ്റെ റേറ്റിലേക്ക് കടക്കണേക്കാവുമ്പോൾ തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് എത്തുന്നതാണ്. വെറും 35,000 രൂപ മുതൽ ലക്ഷക്കണക്കിന് വരെയുള്ള ഇങ്ങനത്തെ ലക്ഷറി വാഹനങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കൂടി അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് 11.98 lakhs ആണ്. 11,98,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. അത് നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഷോറൂം നമ്പറും കൊടുത്തിട്ടുണ്ട്, എൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും നമ്പറിനകത്തേക്ക് നിങ്ങൾക്ക് വിളിച്ചിട്ട് നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു Q5-ൻ്റെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ ഡെയിലി അപ്ഡേറ്റ്സിനായിട്ട് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.